നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എല്ലാവരും പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ബെറ്റർ ലൈഫ് സ്റ്റൈലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫ് നമുക്ക് ബെറ്റർ ആക്കാനുള്ള മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മൾ ആരും ഇതൊക്കെ കൺട്രോൾ ചെയ്യണ ആ ഒരു മെയിൻ കാര്യത്തിന് ട്രെയിൻ ചെയ്യാറില്ല. അത് വേറൊന്നുമല്ല, അത് നമ്മുടെ മൈൻഡാണ്. ലെറ്റ് മീ ബി ഹോണസ്റ്റ്, നിങ്ങളുടെ ലൈഫിൽ മെഡിറ്റേഷൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടൂൾസ് ആണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത്. ആ ടൂൾസ് ആണ് നിങ്ങളുടെ ഫോക്കസും പീസും. ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ട് ഉണ്ട്, ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ ഓൺ ബ്രെയിൻ യു ക്യാൻ അറ്റാക്ക് എനിത്തിങ്. ഞാൻ എൻ്റെ ലൈഫിൽ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 3 ആഴ്ചയായിട്ടുള്ളൂ. ഈ ഒരു 3 ആഴ്ച കൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ചേഞ്ച് വരുത്താൻ പറ്റിയിട്ടുണ്ട്. മുന്നേ ഒരു വീഡിയോയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ മെഡിറ്റേഷനെ കുറിച്ച് അറിഞ്ഞതും ഫോക്കസും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആക്കാണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തതും. എന്നിട്ട് ഞാൻ ആ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്തതും അന്ന് രാത്രി തന്നെ ഞാൻ എന്ത് ചെയ്ത് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത്. ഓവറായിട്ടൊന്നും ഞാൻ തുടങ്ങിയൊന്നുമില്ല, വെറും 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഡെയിലി ചെയ്യുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ട് പോയത്. മെഡിറ്റേഷൻ ചെയ്ത് ഫസ്റ്റ് വീക്ക് തന്നെ അത്യാവശ്യം റിസൾട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഓവറോൾ ഇമോഷൻ ആയാലും സ്ട്രെസ് ആയാലും ഫോക്കസ്ഡ് ആയാലും ഇതിലൊക്കെ ഏകദേശം ഒരു ചെറിയൊരു കൺട്രോൾ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ ഈ മെഡിറ്റേഷൻ തുടങ്ങിയ പിന്നെ. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം ആ സിറ്റുവേഷനൊക്കെ ഉണ്ടല്ല, അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട് ഞാൻ ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഓൺ ലൈഫിൽ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യാനുള്ള മെയിൻ റീസൺ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആസ് എ ഹ്യൂമൻ നമ്മളൊരു ഡേ ഏകദേശം 6000-ഓളം തോട്ട്സ് ആണ് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്. ആ തോട്ട്സിൽ ഏകദേശം 60 to 70% ഫുൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവുന്നത്. ആക്ച്വലി ഇവിടെ മെഡിറ്റേഷൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്ട്രാക്റ്റീവ് ആയിട്ടുള്ള തോട്ട്സും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും എല്ലാം നമുക്കൊന്ന് ക്ലീൻ അപ്പ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സിൽ നിന്നൊക്കെ കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഡീപ്പ് ഫോക്കസ് കിട്ടാനും ഈ ഒരു മെഡിറ്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ പറയുന്നത് 24 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യാനല്ല, നമ്മുടെ ലൈഫിൽ ഏകദേശം ഒരു 3 to 4 മിനിറ്റ്സ് എങ്കിലും ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഇനി ഞാൻ പറയാൻ പോണ കാര്യം, എങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം. ആസ് എ ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിൽ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് നിർത്തിയ ആളാണെങ്കിലും ഈ ഒരു കാര്യം ഹെൽപ്ഫുൾ ആയിരിക്കും. കുറച്ച് സ്റ്റെപ്സിലൂടെ തന്നെ നമുക്കിത് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റ് കാര്യം, സ്റ്റാർട്ട് സ്മോൾ. നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റോളം നമ്മളിങ്ങനെ ആ ഒരു മോങ് ബോർഡിൽ നിന്ന് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ആസ് എ ബിഗിനർ നമ്മൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെയിലി ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. ഇത് മെഡിറ്റേഷനിൽ നമുക്കൊരു ബേസ് ബിൽഡ് ചെയ്ത് തരും. ഈ ഒരു ബേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സോ ആദ്യം തന്നെ 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് മെഡിറ്റേഷനെ കുറിച്ച് ചിന്തിക്കാണ്ട് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ സെക്കൻഡ് വൺ, ഫൈൻഡ് എ ക്വയറ്റ് സ്പേസ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രം സേഫ് ആൻഡ് കംഫർട്ട് ആയിട്ടുള്ള ഒരു പ്ലേസ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ചൂസ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഈ ഒരു മെഡിറ്റേഷൻ്റെ കേസിൽ മാത്രം. ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പ്ലേസ് കാം ആയിരിക്കണം, ക്വയറ്റ് ആയിരിക്കണം. അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. കാരണം ഫുള്ളി ഡിസ്ട്രാക്റ്റഡും നോയ്സും ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ആ ഒരു മെഡിറ്റേഷനോടുള്ള ഡീപ്പ് ഫോക്കസ് ഒരു നഷ്ടപ്പെടും നമ്മൾ പ്രോപ്പറായിട്ട് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ചൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. തേർഡ് പോയിന്റ്, സിറ്റ് കംഫർട്ടബിളി. പലവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിക്കുമ്പോൾ ഇരിക്കൂലേ, നമ്മൾ കാലൊക്കെ ഇങ്ങനെ ക്രോസ് ലെഗ് ചെയ്തിട്ട് ആ ഒരു ഇരിപ്പുണ്ടല്ലോ, അങ്ങനെ വേണം ഇരിക്കുകയാണെന്നാണ് പലവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കംഫർട്ട് അതുപോലെ ആയിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. അതായത് എല്ലാവർക്കും ആ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റണമെന്നില്ല. ചിലവർക്ക് ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങളുടെ ആവശ്യവും കംഫർട്ടിനും അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ആ ഒരു സീറ്റിംഗ് റെഡിയാക്കാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്യാവശ്യം കംഫർട്ടായിട്ടും പെയിൻലെസ് ആയിട്ട് ഇരിക്കാൻ പറ്റണമെന്ന് വെച്ചാൽ ആ ഒരു പൊസിഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. ഈവൻ നിങ്ങളുടെ ബെഡിലിരുന്ന് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെയറിലിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ ഫ്ലോറിൽ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഓവറോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ നിങ്ങൾക്ക് 100% കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ ബെഡിൽ കിടന്നുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ഓവറോൾ നമ്മളെ സ്ലീപ്പിലേക്ക് കൊണ്ടുപോകുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, ഫോക്കസ് ഓൺ യുവർ ബ്രീത്ത്. ആസ് എ ബിഗിനർ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസും അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട്സും വേറെ കുറേ തോട്ട്സ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബ്രീത്തിങ്ങിൽ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇൻഹേലും എക്സേലും ചെയ്യുമല്ലോ, അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യുക. അതായത് ആ ഒരു ഫുൾ ഫോക്കസ് നമ്മുടെ ഇൻഹേലിനും അതുപോലെ തന്നെ എക്സേലിനും കൊടുക്കുക. നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് ആ ഒരു ബ്രീത്തിങ്ങിന് ഫോക്കസ് കൊടുക്കുമ്പോൾ അവിടെ ഫസ്റ്റ് കാര്യം നമ്മുടെ മെഡിറ്റേഷൻ അവിടെ ഇമ്പ്രൂവ് ആവും. രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസും വേറെ തോട്ട്സ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ദി ലാസ്റ്റ് പോയിന്റ് വേറൊന്നുമല്ല, കൺസിസ്റ്റൻസിയാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലാസ്റ്റ് പറയാറുള്ള കാര്യമാണ് ബി കൺസിസ്റ്റൻറ്റ്. നമ്മൾ എന്ത് ആക്ടിവിറ്റീസും ആയിക്കോട്ടെ, ലൈഫിൽ എന്ത് ആക്ടിവിറ്റീസും ആയിക്കോട്ടെ, നമ്മളത് കൺസിസ്റ്റൻസി ഇല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്താൻ പോകില്ല. സോ കൺസിസ്റ്റൻസി ഈസ് ദി കീ ടു സക്സസ് എന്നാണ് പറയണം. ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാവും, മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തിട്ട് പോകണമെന്നൊക്കെ നല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യം തന്നെ മെഡിറ്റേഷനെ കുറിച്ച് അറിയുമ്പോൾ നമ്മൾ ആ ഒരു മോട്ടിവേഷൻ്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 30 മിനിറ്റ് 40 മിനിറ്റ് ഒക്കെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യാനൊക്കെ ശ്രമിക്കും. ബട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ച് ഡെയിലി ചെയ്യാണ്ട് ശ്രമിക്കുക. സോ ഓൾവേസ് റിമെമ്പർ, കൺസിസ്റ്റൻസി ബീറ്റ് ഡ്യൂറേഷൻ. ദാറ്റ്സ് ഓൾ.